ഗുണ്ടൽപേട്ടിൽ എത്തിയതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചാമരാജനഗറിലാണ് ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഗുണ്ടൽപേട്ടിൻ്റെ ഒക്കെ ഡിസ്ട്രിക്ട് മെയിൻ സെൻറ്ററാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്ന് കുറച്ച് സ്ഥലം കൂടി കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ നേരെ കാഴ്ചകൾ, അതായത് ഇവിടെ വന്നതിന് ശേഷം ഇന്നത്തെ കാഴ്ചകളിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചാമരാജനഗറിലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം അങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഗോപാൽ സ്വാമി ബേട്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രവും അതുപോലെ ഒരു ഹിൽസ് ഏരിയയാണ്, ഒരു ഹിൽ ഏരിയയാണ്. അപ്പോൾ അങ്ങനെ സ്ഥലത്തേക്ക് പോകണമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങോട്ടേക്ക് നമ്മളൊരു 50-55 കിലോമീറ്ററോളം ചാമരാജനഗറിൽ നിന്നുണ്ട്. ഗുണ്ടൽപേട്ട് സൈഡിൽ തന്നെയാണ് അത്. അവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റില്ലാത്തതുകൊണ്ട്. അവിടെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതാണ് അങ്ങനെ ഒരു ഗോപാൽ സ്വാമി ബേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് പോകുന്നപ്പോൾ റോഡ് സൈഡിലായിട്ട് കുറച്ച് പിള്ളേർ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുളിമരമുണ്ട് കുറച്ച് സൈഡിൽ, അതുപോലെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം നമ്മളിവിടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എന്തായാലും ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പിള്ളേർ നമുക്ക് ബാറ്റോ ബോൾ തരുവാണെങ്കിൽ കുറച്ച് സമയം ക്രിക്കറ്റ് കളിച്ചതിന് ശേഷം നമുക്ക് ബാക്കി യാത്ര തുടരാം. കടലാണത്. பார்க்க முடியுமா? எல்லாம் இது பற்றில இன்னும் അതാ പറിച്ചാ ഇതാ കുച്ചു. ഇതിലില്ല അല്ലേ? ആയിട്ടില്ല, ಇನ್ನೂ ಆಗಿದೆ. കടല ഇല്ലേ? ಕಡಲೆಕಾಯಿ ಕುಚ್ಚು കൊച്ചു என்ன பண்ணுறதுக்குதா? இது சாப்பிட்றதுக்குதா? கறி வச்சு சாப்பிடுவீங்களா? கறி வச்சு சாப்பிடுவோம். கடலைக்காய் നമ്മൾ ഗോപാൽ സ്വാമി ഹിൽസിലേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ അവിടുന്ന് ഇറങ്ങിയതാണ്, താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഗുണ്ടൽപേട്ട് എത്തിയതിന് ശേഷം അവിടുന്ന് തിരിഞ്ഞ് പോകാനുണ്ട്. അവിടുന്ന് തിരിഞ്ഞ് ഏതാണ്ട് ഒരു 7-8 കിലോമീറ്ററോളം യാത്ര ചെയ്തതിന് ശേഷം പിന്നെ ഹാങ്കല എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അവിടുന്ന് വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ താഴെ, അതായത് ഗോപാൽപേട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക്, നമ്മൾ ഹിൽസിലേക്ക് നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. പ്രൈവറ്റ് വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം.
സമയത്ത് ഏതാണ്ട് ഒരു ബസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു ബസ്സും കൂടി അവിടെ നേരത്തെ പോയിട്ടുള്ള ബസ് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. 1315 ചോളരാജാക്കന്മാരുടെ കാലത്താണ് ഈ ടെമ്പിൾ ഇവിടെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇവിടെ അഗസ്ത്യമുനി വന്ന് തപസ് ചെയ്ത് വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷനാക്കി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇവിടെ ഏതാണ്ട് 77 ദിവ്യ ജലസ്രോതസ്സുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ഇവിടെ നല്ല കാറ്റാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമെന്ന് പോലും സംശയമാണ്. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം.
അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബസ്സിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്തും തന്നെ ഒരു തവണ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കയ്യിൽ നമ്മൾ ട്രൈപോഡിൽ ഫോണ് ഫിക്സ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷ്വൽസ്. അതിനിടയിൽ ഫോണ് താഴെ പോയി, ബസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കുറേ പുറകിലായിരുന്നു, ഫോൺ വീണ് പോയി താഴെ. എന്നിട്ട് ഞാനവിടെ ബസ് നിർത്തിച്ചതിന് ശേഷം നിർത്തിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങി ഓടി വന്നിട്ട് ഫോൺ എടുക്കുക ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇവിടെ ബസ് സർവീസുകൾ. ഞാൻ ഇവിടെ വന്ന സമയത്ത് 3 ബസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എത്ര ബസ് സർവീസ് ഉണ്ടെന്നറിയില്ല. KSRTC, അതായത് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിന് ഇവിടുന്ന് 20 രൂപയാണ് അങ്ങോട്ട് ചാർജ്. 15-20 മിനിറ്റോളം യാത്രയേ ഉള്ളൂ. പക്ഷേ എന്തായാലും ആ സംവിധാനം വളരെ നല്ല സംവിധാനമാണ്. കാരണം പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും തന്നെ അങ്ങോട്ട് കയറാനേ പറ്റില്ല. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, അത് അഷ്റഫും അത് തന്നെയാണ് പറഞ്ഞത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വരാൻ പറ്റുന്നവർക്ക്, പരമാവധി കഴിയുന്നവർക്ക് ഇങ്ങോട്ട് വരാം. വന്നിട്ട് കാർ പാർക്കിംഗ് ആണെങ്കിൽ 30 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ അവിടുന്ന് ബസ്സിന് 20 രൂപ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കോട മൂടിയിട്ടുണ്ട്. അതുപോലെ പിന്നെ മഞ്ഞാണോ മഴയാണോ എന്നറിയില്ല, ആ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റുണ്ട്. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കോട്ട് അതുപോലെയുള്ള പ്രിക്കോഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കോട്ട് ഉണ്ടെങ്കിൽ കോട്ട് കയ്യിൽ കരുതുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ താഴെ വരുന്നത് വരെയുള്ള ഒരു ക്ലൈമറ്റ് അല്ല മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ സംഭവങ്ങളാണ് മുകളിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ താഴെ വന്നിട്ടൊരു ചായ കുടിച്ചു. അതുപോലെ മുളക് ബജി, അങ്ങനെ കുറച്ച് ബജിയെല്ലാം കൂടെ കഴിച്ചിട്ട് ഇപ്പം തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഗോപാലസ്വാമി ടെമ്പിളിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ വഴിയിലിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷ്വൽസൊക്കെ കിട്ടുന്നു തോന്നുന്നൊരു സ്ഥലത്ത് നമ്മളവിടെ നിർത്തി താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്ക്. പിന്നെ ഇനി അധികം സമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബന്ദിപ്പൂർ റിസർവിലേക്ക്, ടൈഗർ റിസർവിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ക്ലോസ് ചെയ്യും. അവിടെ പിന്നെ അങ്ങോട്ട് ട്രാവലിംഗ് എല്ലാം തന്നെ ഗതാഗതം രാത്രിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല, നേരെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് റിയാസ് ആമി അബ്ദുള്ള സൈനിങ് ഓഫ്.